രണ്ട് അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ഒന്ന് നടപ്പിലാക്കണമെന്നും ഒന്ന് നടപ്പാക്കണമെന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ പഠിച്ചതിന് ശേഷം മറുപടി പറയേണ്ട ഒരു കാര്യമാണത്. കാരണം അത് കുട്ടികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ സ്കൂളിൻ്റെ നടത്തിപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിച്ചതിന് ശേഷമല്ലാതെ അക്കാര്യത്തിലൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വീക്ഷണകോണം ഉണ്ടാവും. അവരാ രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കമ്പൈൻഡ് സ്കൂളുകളും കമ്പൈൻഡ് കോളേജുകളും ഉണ്ട്. ആ മിക്സഡ് സ്കൂളുകളിലെല്ലാം പിന്നെ നമ്മൾ കലാമത്സരങ്ങൾ, യൂത്ത് ഫെസ്റ്റിവൽ നടക്കും, യുവജനോത്സവം നടക്കും. അപ്പോൾ അതിലെല്ലാം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചല്ലേ നൃത്തം ചെയ്യുന്നത്. അതിനെ ഒന്നൊരു മോശപ്പെട്ട പ്രവണതയായി കാണാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അത് ഒരിക്കലും നമുക്ക് അത്തരം പിന്നെ ആരോപണങ്ങളോട് ഒരിക്കലും യോജിക്കാനാവില്ല. കാര്യം അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കളങ്കരഹിതമായ മനസ്സുകളുടെ ഉടമസ്ഥരാണ് ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. അവരുടെ ജാതി മത ചിന്തകളൊന്നും അവരെ ബാധിക്കാത്ത ഒരു കാലമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വിളിച്ചിട്ടുണ്ട്, ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളുള്ള മാനവരക്തം. ആ മുദ്രാവാക്യം ഇന്നും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ മുദ്രാവാക്യത്തിനാണ് പ്രസക്തിയുള്ളത്. ജാതി മത ചിന്തകൾക്ക് അതീതമായി ഏകോദര സഹോദരങ്ങളെ പോലെ അവരെ ചിത്രശലഭങ്ങളെ പോലെ പാറി പറന്ന് നടക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത്. അത് ആഘോഷിക്കാനുള്ളൊരു ജീവിതം തന്നെയാണ്. അതിൽ അത്തരം കുഞ്ഞുങ്ങളുടെ ഒന്നും മനസ്സിലൊരു കളങ്കവും ഇല്ല. അതുകൊണ്ട് ആണും പെണ്ണും കൂടി ഒരുമിച്ച് നൃത്തം ചെയ്തു എന്ന് വിചാരിച്ചോ, കലാപരിപാടിയിൽ പങ്കെടുത്തു, നാടകത്തിൽ അഭിനയിച്ചു വിചാരിച്ചോ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല.